പോർട്ട്ഫോളിയോ എവിടെ തിരിഞ്ഞാലും പോർട്ട്ഫോളിയോ ഉള്ളൂ അല്ലേ? ഇത്രയും പറയുന്നത്ര ഹൈപ്പ് ഉണ്ടോ പോർട്ട്ഫോളിയോയ്ക്ക് ശരിക്കും? Let's discuss. Welcome back to my channel. I'm Ashwati. I'm a freelance personal branding strategist and a social media marketer. ഞാൻ ഫ്രീലാൻസിങ്, പേഴ്സണൽ ബ്രാൻഡിങ്, സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്, കോണ്ടന്റ് ക്രിയേഷൻ, ലിങ്ക്ഡിൻ ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് ആണ് ഇടുന്നത്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഫോളോ മീ അലോങ് ദിസ് ജേർണി. സോ ആദ്യം തന്നെ നമുക്ക് പറയാം, വാട്ട് ഇസ് എ പോർട്ട്ഫോളിയോ? പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് എ ഡോക്യുമെൻറ്റ്. നിങ്ങളുടെ റെസ്യൂമേ ഉണ്ടല്ലോ, നമ്മൾ ജോബൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ വി ഹാവ് എ റെസ്യൂം അല്ലേ? ആ റെസ്യൂമിൽ നമുക്ക് ദർ ഇസ് ലോട്ട് ഓഫ് ലിമിറ്റേഷൻസ്. നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും ജസ്റ്റ് ഇങ്ങനെ അടുക്കി എഴുതാവുന്നത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ബട്ട് വെൻ ഇറ്റ് കംസ് ടു പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് കൂടുതലും നമ്മളുടെ വർക്ക്സ്, നമ്മളുടെ സ്കിൽസ്, നമ്മളുടെ എക്സ്പീരിയൻസസ് ഇതൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന, നമുക്ക് പ്രൂഫായിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു ഡോക്യുമെൻറ്റിനെയാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ കൂടുതൽ ആൾക്കാരും വിചാരിക്കുന്നത് വെബ്സൈറ്റ് മാത്രമേ ഉള്ളൂ എന്നാണ്. വെബ്സൈറ്റ് വേണം എന്ന് ഉള്ളത് ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമല്ല. എനിക്ക് ഇപ്പോഴും പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ഇല്ല ആൻഡ് എനിക്കിപ്പോഴും അതിൻ്റെ ഒരു അത്യാവശ്യമാണ്, നെസസറി ആണെന്ന് തോന്നിയിട്ടില്ല. പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ആസ് സിമ്പിൾ ആസ് എ ഗൂഗിൾ ഡോക്യുമെൻറ്റ്, അല്ലെങ്കിൽ ഒരു ക്യാൻവയിൽ ഒരു PDF, ക്യാൻവയിൽ ഒരു ഡോക്യുമെൻ്റ് ആണെങ്കിലും ഇറ്റ്സ് മോർ ദാൻ എനഫ്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവേണ്ടതെന്ന് പറയാം. സോ നിങ്ങൾക്ക് ക്യാൻവയിലാണ് നിങ്ങൾ പോർട്ട്ഫോളിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ക്യാൻവയിൽ ഒരുപാട് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. ഒരുപാട് പോർട്ട്ഫോളിയോ ടെംപ്ലേറ്റ്സ് ഫ്രീ ആയിട്ടുള്ളതുകൊണ്ട് പെയ്ഡ് ആയിട്ടുള്ളതുകൊണ്ട് അതിനകത്ത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഫസ്റ്റ് പേജിൽ എന്തായാലും നിങ്ങളുടെ പേരും നിങ്ങളുടെ റോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ടൈറ്റിലും എന്തായാലും ഉണ്ടാവണം. സെക്കൻഡ് പേജിൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഒരു ചെറിയൊരു ഇൻട്രോ കൊടുക്കാം. ഒരുപാട് വലുതായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ബ്രീഫായിട്ട് ക്രിസ്പായിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, എന്തൊക്കെ ജോബ് ടൈറ്റിൽസ് ആണ് നിങ്ങൾക്കുള്ളത്, പിന്നെ നിങ്ങൾ എത്ര നാളായി ചെയ്യാൻ തുടങ്ങിയിട്ട് അത് വേണമെങ്കിൽ എഴുതാം. അങ്ങനെ വളരെ ബ്രീഫായിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെറുതായിട്ട് കൊടുക്കാം. ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിങ്ങളുടെ ഫോട്ടോസ് കൊടുക്കാം. അടുത്ത പേജ് നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങളുടെ ലിസ്റ്റ് ഓഫ് സർവീസസ് കൊടുക്കാം. എന്തൊക്കെ സർവീസസ് ആണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് കൊടുക്കാം. നിങ്ങളുടെ ടൈറ്റിൽ ചിലപ്പോൾ നിങ്ങൾ ഫ്രീലാൻസ് ഡിജിറ്റൽ മാർക്കറ്റർ എന്നായിരിക്കും, പക്ഷേ എന്നാലും ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ തന്നെ നിങ്ങൾ എന്തൊക്കെ സർവീസസ് കൊടുക്കുന്നുണ്ടാവും എന്നുള്ളത് ഉണ്ടാവുമല്ലോ. ആ സർവീസസ് എല്ലാം നിങ്ങൾക്കൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അത് ഒരു ക്ലട്ടർ ഫ്രീ ആയിട്ട് ജസ്റ്റ് ഒരു ഹോൾ പേജിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. കാരണം അതിന് അത്യാവശ്യം നല്ലപോലെ റീഡബിലിറ്റി ആവശ്യമുള്ളൊരു പേജ് തന്നെയാണ്. സോ അങ്ങനെ അത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിലും എക്സ്പീരിയൻസ് ഇല്ലാത്ത ബിഗിനേഴ്സിനാണെങ്കിലും സെയിം ആണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് സെപ്പറേറ്റ് ആയിട്ട് പറയാം. അപ്പോൾ ആദ്യം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് പറയാം. നെക്സ്റ്റ് പേജ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ എക്സ്പീരിയൻസ് തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊജക്ട്സ്, നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊജക്ട്സ് ഏതാണ് അത് തന്നെയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം. ഒരു 3 എണ്ണമൊക്കെ മാക്സിമം കൊടുക്കുന്നതാണ് നല്ലത്, അതിനപ്പുറം കൊടുക്കണ്ട. സോ നിങ്ങൾക്ക് ജസ്റ്റ് പ്രൊജക്ട് നമ്പർ 1, പ്രൊജക്ട് നമ്പർ 2, പ്രൊജക്ട് നമ്പർ 3 എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. എന്തായിരുന്നു ആ ഒരു വർക്കിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എയിം എന്തായിരുന്നു, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെയാണ് റിസൾട്ട്സ്, ഇത്രയും കാര്യങ്ങൾ കൊടുത്താൽ മതി. പിന്നെ പ്രൊജക്ട്സിൻ്റെ സെക്ഷനിൽ എന്തായാലും നിങ്ങൾ സാമ്പിൾ വർക്ക്സ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു വീഡിയോ എഡിറ്റർ ആണെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്ത കുറച്ച് വീഡിയോസിൻ്റെ സാമ്പിൾസ് അതെന്തായാലും കൊടുക്കുക. നിങ്ങളൊരു കോണ്ടന്റ് റൈറ്റർ ആണ്, അപ്പോൾ നിങ്ങൾ ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും സാമ്പിൾസും ഒക്കെ കൊടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് NDA അല്ലെങ്കിൽ നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻ്റ് ഒക്കെ നിങ്ങൾ ക്ലയൻസുമായിട്ട് വെക്കുകയാണെങ്കിൽ അവരുടെ പേരൊന്നും മെൻഷൻ ചെയ്യാതിരിക്കുക. മെൻഷൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് നല്ലപോലെ കാണിക്കുക. എക്സ്പീരിയൻസ് സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എക്സ്ട്രാ റിസൾട്ട്സും കൂടെ കാണിക്കാം. നമ്മൾ ഇപ്പോൾ മെൻഷൻ ചെയ്ത പ്രൊജക്ട്സ് എന്നല്ലാണ്ട് നിങ്ങൾക്ക് വേറെ എക്സ്ട്രാ റിസൾട്ട്സ് കാണിക്കാവുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കാണിച്ചുകൊണ്ട് 1-2 പേജസ് റിസൾട്ട്സിന് വേണ്ടി മാത്രമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേജസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യും. നെക്സ്റ്റ് പേജിൽ റിവ്യൂസ് അല്ലെങ്കിൽ ടെസ്റ്റിമോണിയൽസ് ആണ്. നിങ്ങൾ വർക്ക് ചെയ്ത ക്ലയൻസ്, ആ ക്ലയൻസ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ടെസ്റ്റിമോണിയൽസ്, അത് വീഡിയോ ടെസ്റ്റിമോണിയൽസ് ആവാം, അല്ലെങ്കിൽ ജസ്റ്റ് ടെക്സ്റ്റ് ആവാം, മെസ്സേജസിൻ്റെ സ്ക്രീൻഷോട്ട്സ് ആവാം, അങ്ങനെ എന്തെങ്കിലും ഒരു ടെസ്റ്റിമോണിയൽസ് നിങ്ങൾ തന്നെ ചോദിക്കുക ക്ലയൻറ്റിനോട് തരാനായിട്ട്. അങ്ങനെയുള്ള ടെസ്റ്റിമോണിയൽസ് നിങ്ങൾക്കൊന്ന് ആഡ് ചെയ്യാം. ഇനി ബിഗിനേഴ്സിന് നിങ്ങൾ വോളണ്ടിയറിങ്ങോ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ, അതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വെക്കാം. റെലവെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണെങ്കിൽ അത് വെക്കാം. ഇനി അതൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒരു സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു വെബ്സൈറ്റ് ഡെവലപ്പർ ആണെങ്കിൽ നിങ്ങൾ തന്നെ ഒരു സാമ്പിളായിട്ട് ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാമല്ലോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിക്കോ ആർക്കെങ്കിലും വേണ്ടി നിങ്ങൾ ഒരു ഫ്രീ ആയിട്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു സാമ്പിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു സാമ്പിൾസ് വെക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു സോഷ്യൽ മീഡിയ മാനേജറാണ്, അപ്പം ജസ്റ്റ് ക്രിയേറ്റ് എ സോഷ്യൽ മീഡിയ പേജ് ആൻഡ് അതിലുണ്ടാക്കുന്ന റിസൾട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെക്കാം. അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയിട്ട് വെക്കാം. അത് സാമ്പിൾസ് ആണെന്നുള്ളത് മെൻഷൻ ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. ഇനി നിങ്ങൾക്ക് ഇതൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊരു ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ എടുക്കുക, അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡോ, ഒരു വേൾഡ് നോൺ ആയിട്ടുള്ള ബ്രാൻഡോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെയോ എന്തെങ്കിലും ഒരു പ്രോബ്ലമിനെ എടുത്തിട്ട് നിങ്ങൾ അതിനെ ഒരു സൊല്യൂഷൻ ആക്കിയിട്ട് നിങ്ങളുടെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുക, നിങ്ങളുടെ ഐഡിയാസ് യൂസ് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് അതൊരു കേസ് സ്റ്റഡി പോലെയൊക്കെ പ്രസൻറ്റ് ചെയ്യുക.
ചെയ്യാം. ഇനി ടെസ്റ്റിമോണിയൽസിൻ്റെ കാര്യം വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും നിങ്ങളുടെ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ മോക്ക് പ്രോജക്ട്സ് ആയിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് ഒരു ടെസ്റ്റിമോണിയൽ എന്തായാലും വാങ്ങിക്കുക. ഇനി അത് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കില്ല് പഠിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും മെൻറ്ററോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൈഡായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഒരു ടെസ്റ്റിമോണിയൽ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേജാണ് പ്രൈസിങ്. ഈ ഒരു പേജ് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. ഞാൻ എന്തായാലും വേണം, നെസസറി ആണ് എന്ന് ഞാൻ പറയുന്നില്ല. ചില ആൾക്കാർക്ക് നിങ്ങളുടെ പ്രൈസസ് നിങ്ങളുടെ പാക്കേജസ് ഒക്കെ ഫിക്സഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാൻ പ്രശ്നമില്ല. ചില സർവീസസ് ഉണ്ട് നമ്മുടെ ക്ലയൻസിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ, അവർക്ക് എന്തൊക്കെ ഡെലിവറബിൾസ് വേണം, എന്തൊക്കെയാണ് അവരുടെ റിക്വയർമെൻറ്റ്, ഇതൊക്കെ നമുക്ക് അനുസരിച്ചിട്ടാണ് കസ്റ്റമൈസ് ചെയ്യണോ, ഇതൊക്കെ അനുസരിച്ചാണ് ഒരു പാക്കേജിൻ്റെ പേയ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസിലാണെങ്കിൽ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ വെക്കണമെന്ന് നിർബന്ധമില്ല. നെക്സ്റ്റ് ആൻഡ് ഫൈനൽ പേജാണ് നിങ്ങളുടെ കോൺടാക്റ്റ് ഇൻഫോ. കോൺടാക്റ്റ് ഇൻഫോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പോർട്ട്ഫോളിയോ എല്ലാം കണ്ടതിന് ശേഷം അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യണ്ടേ. അപ്പോൾ അതിന് നിങ്ങളുടെ കോൺടാക്ട് നമ്പർ കൊടുക്കാം, നിങ്ങളുടെ മെയിൽ ID കൊടുക്കാം, നിങ്ങളുടെ സോഷ്യൽസിൻ്റെ ലിങ്ക് കൊടുക്കാം. സോഷ്യൽസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലിങ്ക്ഡിൻ കൊടുക്കാം, പിന്നെ ബിഹാൻസ്, ഗിറ്റ്ഹബ് ഒക്കെ കൊടുക്കാം. പിന്നെ ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ ഒക്കെ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷനുമായിട്ട് ബന്ധമുള്ള കോണ്ടന്റ്സ് കാര്യങ്ങൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൊടുക്കാം. അല്ലാണ്ട് നിങ്ങൾ പേഴ്സണൽ ആയിട്ടുള്ള സോഷ്യൽസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി കുറച്ച് ബോണസ് പോയിന്റ്സ് പറഞ്ഞു തരാം. കൂടുതൽ ആൾക്കാരും പലപ്പോഴും വിട്ടുപോകുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പോർട്ട്ഫോളിയോ മൊബൈലിലും കോമ്പാക്റ്റബിൾ ആയിരിക്കണം. കൂടുതൽ ആൾക്കാരും ക്യാൻവയിലും വെബ്സൈറ്റിലും ഒക്കെ ചെയ്യുമ്പോൾ ഡെസ്ക്ടോപ്പിൽ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രമേ ശ്രദ്ധിക്കുന്നുണ്ടാവുള്ളൂ. പക്ഷേ ഈ പോർട്ട്ഫോളിയോ കിട്ടുന്ന ആൾക്കാർ ചിലപ്പോൾ മൊബൈലിലായിരിക്കും നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മൊബൈൽ വേർഷനും നല്ല കോമ്പാക്റ്റബിൾ ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ പോർട്ട്ഫോളിയോ നിങ്ങളൊരു ക്വാർട്ടർലി എങ്കിലും അപ്ഡേറ്റ് ചെയ്യുക. പലരും വിട്ടുപോകുന്ന കാര്യമാണ്. വൺസ് ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് വെക്കും, അത് തന്നെ പിന്നെ എത്ര പ്രോജക്ട്സ് കഴിഞ്ഞാലും എത്ര നാൾ കഴിഞ്ഞാലും ആ ഒരു പോർട്ട്ഫോളിയോ തന്നെ കണ്ടിന്യൂ ചെയ്യും, വിച്ച് ഇസ് വെരി റോങ്. നിങ്ങളൊരു 3 മാസം അല്ലെങ്കിൽ 4 മാസം കൂടുമ്പോഴെങ്കിലും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ പുതിയ പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പുതിയ റിസൾട്ട്സ് ജനറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സർവീസും കാര്യങ്ങളും മാറിയിട്ടുണ്ടെങ്കിൽ, പ്രൈസിങ് മാറിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ഇനി കൊടുത്തേക്കുന്ന ലിങ്ക്സ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സോ ഇപ്പോൾ വീഡിയോസ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ട്, ഓപ്പൺ ആവുന്നുണ്ട്, പ്ലേ ആവുന്നുണ്ട് എന്നൊക്കെ ഡബിൾ ചെക്ക്, ട്രിപ്പിൾ ചെക്ക് ചെയ്യുക. പിന്നെ അതുപോലെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത്, ക്യാൻവയിലാണ് ചെയ്യുന്നതെങ്കിൽ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഇനി നമ്മുടെ ഹോംവർക്ക് സെഷൻ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഹോംവർക്ക് സെഷൻ എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ, സോ ദിസ് എ വെരി സ്മോൾ സെഷൻ. എല്ലാ എഡ്യൂക്കേഷണൽ വീഡിയോസിൻ്റെയും ലാസ്റ്റ് ഞാനൊരു ചെറിയ സെഷൻ വയ്ക്കും. അതിനകത്ത് ചെറിയ ആക്ടിവിറ്റീസ് ഉണ്ടാവും. സോ യു ക്യാൻ ഡൂ ദാറ്റ് ആക്ടിവിറ്റി ബൈ യുവർ സെൽഫ്, അല്ലെങ്കിൽ യു ക്യാൻ കമൻറ്റ് ഡൗൺ ആൻഡ് ഐ വിൽ ഗിവ് യു ദ നെസസറി ഹെൽപ്പ്. അങ്ങനെയുള്ളൊരു ചെറിയ സെഷനാണ് ഈ ഹോംവർക്ക് സെഷൻ എന്ന് പറയുന്നത്. സോ ഒരുപാട് ആൾക്കാർക്ക് അത് ഹെൽപ്ഫുൾ ആയിട്ട് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത്. സോ ഇന്നത്തെ ഹോംവർക്ക് സെഷൻ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വേറെ ഒന്നുമല്ല, ഇഫ് യു ഡു നോട്ട് ഹാവ് എ പോർട്ട്ഫോളിയോ റൈറ്റ് നൗ, ജസ്റ്റ് ക്രിയേറ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്താൽ മതി. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വരികയാണെങ്കിൽ യു ക്യാൻ ജസ്റ്റ് കമൻറ്റ് ഡൗൺ. ഞാൻ എന്തായാലും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ആൻഡ് പോർട്ട്ഫോളിയോ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ എയ്തർ പേഴ്സണലി DM me, എനിക്ക് ആ ഒരു പോർട്ട്ഫോളിയോ സെൻഡ് ചെയ്ത് തന്നാൽ മതി, അല്ലെങ്കിൽ മെയിൽ വഴി എനിക്ക് സെൻഡ് ചെയ്ത് തന്നാൽ മതി. ഐ വിൽ ടെൽ യു ഇഫ് ദർ ആർ എനി ചേഞ്ചസ് റിക്വയർഡ്. നിങ്ങളൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ബിഗിനറാണ്, ഫ്രീലാൻസിങ് സ്റ്റാർട്ട് ചെയ്യണം, പക്ഷേ എവിടെ തുടങ്ങണം എന്നറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു വീഡിയോ കൊടുത്തേക്കാം. യു ക്യാൻ ചെക്ക് ദാറ്റ് വീഡിയോ ഔട്ട്. ഇറ്റ്സ് എ വെരി ബേസിക് വീഡിയോ. അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ബേസിക് ആയിട്ട് അതിനകത്ത് പറയുന്നത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.